എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് ഫീൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രണ്ടാമത്തെ ഡയമണ്ട് ഡോട്ട് പെയിൻറ്റിങ്ങാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം വലിയൊരു പിക്ചർ തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു പിക്ചർ ചെയ്യുക എന്നുള്ളത്. യേശുവിൻ്റെ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ കിറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഈ പിക്ചറും അതിന് വേണ്ടുന്ന ഡയമണ്ട് ഡോട്ടും എല്ലാം നമുക്ക് ഒരു കിറ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഞാനൊരു പിക്ചർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാൻ തുടങ്ങിയാണേ. അതിനായിട്ടുള്ള ആ ഒരു സീക്വൻസൊക്കെ ഞാൻ എടുത്തു ഉണ്ടോ. കുറേ ഏറെ ഉണ്ട്. ഇതൊരു വലിയ പിക്ചർ, ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പിക്ചർ ആയതുകൊണ്ട് തന്നെ കുറേ ഏറെ ഡയമണ്ട് ഡോട്ട്സൊക്കെ ഉണ്ട്. അതിനുള്ള ട്രേ കേട്ടോ, ഈ പേള് ഇട്ട് വെക്കാനുള്ള ട്രേ ആണ്. ഡയമണ്ട് ഡോട്ട് കുത്താനുള്ള പെന്നാണ് ഇത്. ഇതതിൻ്റെ പശയാണ് കേട്ടോ. ഈ ഒരു പശയിൽ കുത്തിയിട്ട് വേണം നമുക്ക് ആ ഡയമണ്ട് ഡോട്ട് എടുത്ത് അതിലേക്ക് ഒട്ടിക്കാൻ. ഞാൻ കാണിക്കാം ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ ഒരു പേൾ എടുത്തിട്ടുണ്ട്. ആ പശയിൽ കുത്തിയിട്ട് ഈ പെൻ വെച്ച് ആ പേൾ കുത്തി, എന്നിട്ട് നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന ആ പ്ലേസിൽ കൊണ്ടുവന്ന് അത് സ്റ്റിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പിക്ചർ. അതിലേക്ക് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണേ. അല്ലല്ലോ, അതുപോലെ തന്നെ ഇതിന് മുകളിലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റുണ്ട്. ഈ ഷീറ്റ് നമുക്ക് ആവശ്യമുള്ള പ്ലേസുകൾ മാത്രമേ മാറ്റാവൂ. നമ്മൾ ചെയ്യുന്നിടത്ത് മാത്രമേ അത് മാറ്റി കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ളിടത്തേയും കൂടെ പശ അങ്ങ് പോകും. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു ഡയമണ്ട് ഡോട്ട് ചെയ്യാൻ. ആ പശ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഡയമണ്ട് സ്റ്റിക്കാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം ഒരു ദിവസം നമ്മൾ എത്രമാത്രം ചെയ്യും അതിനനുസരിച്ച് ഉള്ള ഭാഗങ്ങൾ മാത്രമേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മാറ്റി കൊടുക്കാവൂ, എന്നിട്ടേ ചെയ്യാവൂ. കണ്ടോ, ഈ ഒരു സൈഡിൽ ഏതൊക്കെ ലെറ്റേഴ്സാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ഐ എടുക്കുന്നത്, അത് 21ാമത്തെ നമ്പറാണ് എടുത്തു. കണ്ടോ, ഇവിടെ ഐ ഒരുപാടുണ്ട്. ഞാൻ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് അവിടേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് അന്ന് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞെങ്കിൽ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇട്ട് തന്നെ കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ ആ ഐയുടെ പ്ലേസിൽ കൊണ്ടുവന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു പിക്ചർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. പക്ഷേ ഇത് കുറച്ച്, ഞാൻ നല്ല പറഞ്ഞു, ഇത് കുറച്ച് പാടാണ്. നമ്മൾ ശരിക്കും ഇത് സ്റ്റിക്ക് ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷേ വലിയ പിക്ചറൊക്കെ ആണെങ്കിൽ കുറച്ച് ഏറെ ദിവസം എടുത്തെങ്കിലേ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ച് ക്ഷമ വേണം കേട്ടോ. നല്ല ക്ഷമയുണ്ടെങ്കിലേ ഇതിന് മുമ്പിൽ ഇരിക്കാനും പറ്റുള്ളൂ. പിന്നെ ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഈ ഒരു പിക്ചറൊക്കെ എടുത്ത് വെച്ച് നല്ല രീതിക്ക് പഠിച്ചോളും ക്ഷമ എന്താണെന്നുള്ളത്. അതും ഒരു ഗുണമാണ് കേട്ടോ. എനിക്ക് ഏതായാലും ഇത് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പിക്ചറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. വേറെ 2-3 ഡയമണ്ട് ഡോട്ട് പെയിൻറ്റിങ്ങും കൂടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും ചെയ്തെടുക്കണം. ഈ ഡയമണ്ട് ഡോട്ടിനെ പറ്റി അറിയാനുള്ള ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലിരുന്നതിന് ഒരു വരുമാന മാർഗ്ഗത്തിനൊക്കെയുള്ള വകയാവും കേട്ടോ. കണ്ടോ, ഇപ്പം ഞാൻ ആ പേജ് ലാസ്റ്റ് ആകാറായി. ഞാൻ ഐ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആ പിക്ചർ എൻ്റെ കംപ്ലീറ്റ് ആകാറായി. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചൊരു പിക്ചറാണ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഞാനിപ്പം വീഡിയോ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ പിക്ചർ കംപ്ലീറ്റ് ആയി. കണ്ടല്ലോ, കംപ്ലീറ്റ് ആയപ്പോൾ എന്ത് ഭംഗി അത് കാണാമെന്നറിയാവോ. ഇത് കംപ്ലീറ്റ് ചെയ്ത് കാണുമ്പോഴേ നമുക്കൊരു സന്തോഷം തന്നെ കേട്ടോ. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്നൊരു പിക്ചർ നമ്മൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. ഇനിയും ഈ ഒരു ഡയമണ്ട് ഡോട്ട് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നല്ല അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം മുകൾ ഭാഗം കേട്ടോ. ഒന്നീ വലിയ ബുക്കുകൾ എടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെടുത്ത് ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് മുകളിൽ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ആക്രിലിക് ഗ്ലൂ ഉണ്ടല്ലോ, ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഗ്ലൂ ആണ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഈ ഡയമണ്ട് ഡോട്ട് സീൽ ചെയ്തു. ഇനി അതങ്ങനെ പെട്ടെന്നൊന്നും ഇളകിപ്പോകില്ല കേട്ടോ. ഈ ഒരു പ്രൊസീജിയറോടെ ചെയ്തിട്ട് വേണം നമുക്ക് ഈ പിക്ചർ ഫ്രെയിം ചെയ്യാൻ കൊടുക്കാനേ. ഈ ഒരു ഗ്ലൂ അതിൽ പുരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ ആ ട്രാൻസ്പെറൻറ്റ് കവറിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കവർ ഒട്ടിപ്പോകും. അല്ലെങ്കിൽ ഇത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാവൂ. അപ്പോൾ എന്തായാലും 1 അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാവൂ.
അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഈ ഗ്ലൂ പുരട്ടുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പൊടിയൊക്കെ ഇതിന് മുകളിലുണ്ടെങ്കിൽ അതെല്ലാം തൂത്ത് മാറ്റിയ ശേഷം മാത്രമേ പശ പുരട്ടി കൊടുക്കാവൂ. ഇതെല്ലാം ശ്രദ്ധിക്കണേ. അങ്ങനെ ഞാൻ ഈ ഒരു പിക്ചറിനകത്ത് ഡയമണ്ട് ഡോട്ടിനകത്ത് ഗ്ലൂ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു തിളക്കം കൂടെ നൽകും കേട്ടോ. ഈ ഗ്ലൂ ഒട്ടിക്കുന്ന വെറുതെ അല്ല, സീൽ ചെയ്യാൻ മാത്രമല്ല, ഈ ഡയമണ്ട് ഡോട്ടിന് ഒരു തിളക്കം കൂടെ, ഒരു ഷൈനി അപ്പിയറൻസ് കൂടെ കൊടുക്കും. അതിനുവേണ്ടിയാണ് നമ്മളിത് തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാനിത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കുകയാണേ. ഈ ഒരു ഫ്രെയിം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ഫ്രെയിം തന്നെയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു പിക്ചറിനെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഫ്രെയിം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ലാസ്റ്റ് സപ്പറിൻ്റെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഫ്രെയിം ചെയ്ത് കിട്ടുകയും ചെയ്തു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീട്ടിലിരുന്ന് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇത് സ്വന്തമായി നമുക്കൊരു വരുമാന മാർഗ്ഗം കൂടെ ആകുകയും ചെയ്യും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.